വെൽക്കം ടു സിമ്പിൾ BSc. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് SCRT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ SCRTയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി അടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാമല്ലോ. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? വ്യാധികൾ പടരാതിരിക്കാനാണ് പറയുന്നത്. എന്നിട്ടൊരു കുട്ടി വന്നിട്ട് ഡോക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും ഈ രോഗം ഉണ്ടായിരുന്നോ, പനി ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് വേറൊന്നുമില്ല. പകരുന്ന രോഗങ്ങൾ ഏതാണ്, പകരാത്ത രോഗങ്ങൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നതാണ് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ജലദോഷം ഒക്കെ നമുക്ക് പകരുന്ന രോഗങ്ങളാണ്. പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം എന്നിവയൊക്കെ പകരാത്ത രോഗങ്ങളാണ് അല്ലേ. ക്യാൻസർ, പ്രമേഹം, അതുപോലെ തന്നെ പക്ഷാഘാതം എന്താ പറയുക, സ്ട്രോക്കൊക്കെ പകരാത്ത രോഗമാണ്. അതുപോലെ തന്നെ പറയുന്നത് ഏതൊക്കെ രോഗങ്ങളാണ്? ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം എന്നിവയൊക്കെ പകരാത്ത രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? പകർച്ചവ്യാധികൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ എന്തെന്ന് പറയും? മഹാമാരി എന്ന് പറയും. എന്താണ് മഹാമാരി എന്ന് വെച്ചാൽ? മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ അത് ബാധിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മഹാമാരി എന്ന് പറയില്ലേ. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് തന്നെ പറയാം അല്ലേ. COVID-19 എന്ന് പറയുന്നത് നമ്മൾ ചൈനയിൽ നിന്ന് വന്നു, പല രാജ്യങ്ങളിലേക്ക് പല ഭൂഖണ്ഡങ്ങളിലേക്കും സഞ്ചരിച്ചു, ഏഷ്യയിലെത്തി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെത്തി, പിന്നെ എവിടേക്കാണ് എത്തിയിട്ടുള്ളത്? നമ്മുടെ ജില്ലയിലേക്ക് എത്തി, എല്ലായിടത്തേക്ക് എത്തി. അപ്പോൾ അങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുന്ന ഇതിനെയാണ് എന്ന് പറയുന്നത് മഹാമാരി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് വസൂരി, ക്ഷയം, പ്ലേഗ്. COVID-19 ആണ് ഫോർ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ. ഇപ്പോഴത്തെ ഇതിൽ COVID-19 എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡൊക്കെ എന്താണ്? പല രാജ്യങ്ങളിലേക്കും പകരുന്ന രോഗങ്ങളെയായിരുന്നു കേട്ടോ. ഇനി പറയുന്നത് എന്താണ് രോഗകാരികൾ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് രോഗകാരികൾ എന്ന് വെച്ചാൽ? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ എന്താണ് രോഗകാരികൾ എന്ന് വെച്ചാൽ? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നവയാണ് രോഗകാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ ബാക്ടീരിയ എന്ന് പറയുന്നതും വൈറസ് എന്ന് പറയുന്നതും ഫംഗസ് എന്ന് പറയുന്നതും മിക്ക പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു മൈക്രോസ്കോപ്പിക് ദൃശ്യമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് ദൃശ്യം എന്ന് പറയുന്നത് എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറസിൻ്റെ മൈക്രോസ്കോപ്പിക് ദൃശ്യമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായിട്ടുള്ള ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആകിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയും നമ്മൾ ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഉണ്ട്, അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഭയങ്കര ദോഷമാണ് എന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കതിൽ പല കാര്യങ്ങളും പല ബാക്ടീരിയാസും വൈറസും ഫംഗസും ഒക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്, നമ്മളെ നന്നായിട്ട് സഹായിക്കുന്ന കൂടിയുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ ആഹാരത്തിനും ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയ അല്ലേ. ഈക്കോളി ബാക്ടീരിയ നമുക്കറിയാമല്ലോ, ചെറുകുടലിൽ താമസിക്കുന്നതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കുടലിലൊക്കെ ഉള്ളതാണ് ഈക്കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഹാരത്തിനും ദഹനത്തിനൊക്കെ പല ബാക്ടീരിയാസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ദോഷമാവ് പുളിപ്പിക്കുന്ന എന്താണ്? ഒരിനം ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ ബാക്ടീരിയയും ഫംഗസുകളും ഒക്കെ ജൈവാവിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നുണ്ട്. ജൈവാവിഷ്ടങ്ങളെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ കൂടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ചീത്തയായിട്ടുള്ള സൂക്ഷ്മജീവികളുണ്ട്, എന്നാൽ നമുക്ക് ഭയങ്കര ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇനി എന്താണ് ഫംഗസുകളുടെ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പരിചിതമായിട്ടുള്ള റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് SCRTയിൽ കൂടി ചേർത്തിട്ടുള്ളതാണ് ഈ കരിമ്പൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗസ് ആണ്, ഒരു ഫംഗസ് രോഗമാണെന്ന് പറയുന്നത് കരിമ്പൻ എന്ന് പറയുന്നത്. പിന്നെ റൊട്ടിപ്പൂപ്പലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫംഗസ് ആണെന്നുള്ളത്. ഇനി മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ്. അപ്പോൾ ഫംഗസുകൾക്ക് എക്സാമ്പിൾ പറയുന്നുണ്ട് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവയൊക്കെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കേട്ടോ. കാൻഡിഡ,
ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ കൂൺ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അതുപോലെ തന്നെ 3 പേരുകൾ പഠിച്ചല്ലോ ഇവിടെ. എന്തൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഓക്കെ. ഇനി രോഗങ്ങൾ പകരുന്ന വഴിയാണ് പറയുന്നത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ മൂക്കും വായും തുവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ എന്തിനാണ് അടച്ചു സൂക്ഷിക്കുന്നത്? നമുക്കറിയാമല്ലോ. എന്തെങ്കിലും പ്രാണികൾ അതൊക്കെ വന്ന് കഴിച്ചു പോയിട്ട് അവരിൽ നിന്ന് നമുക്ക് എന്തുണ്ടായിരിക്കാം? രോഗമുണ്ടാക്കാം. അപ്പോൾ സൂക്ഷ്മജീവികൾ നമുക്ക് മണ്ണിലൂടെയും വായുവിലൂടെയും ജലം, ഭക്ഷണം വഴിയൊക്കെ നമുക്ക് എത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ മണ്ണിലൂടെ എത്തുന്ന ഏതൊക്കെയാണ്? വിരശല്യം, ടെറ്റനസ് ഒക്കെ എന്താണ്? മണ്ണിലൂടെ എത്തുന്നതാണ്. വായുവിലൂടെ എത്തുന്ന ഏതൊക്കെയാണ്? ക്ഷയം, അതുപോലെ തന്നെ ജലദോഷം എന്നിവയൊക്കെ വായുവിലൂടെ എത്തുന്നതാണ്. ജലവും ഭക്ഷണവും വഴി എത്തുന്നതോ? ടൈഫോയിഡൊക്കെ, അതുപോലെ തന്നെ വയറിളക്കം, പിന്നെ എന്താണ് പറയുക, കോളറ എന്നിവയൊക്കെ എന്താണ്? ജലവും ഭക്ഷണവും വഴി എത്തുന്നതാണ്. മനുഷ്യർ വഴി എത്തുന്നതാണ് കുഷ്ഠം, പക്ഷികൾ വഴി എത്തുന്നതാണ് H1N1, അതുപോലെ തന്നെ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് കൊതുക് വഴി എത്തുന്നതാണ്. അങ്ങനെ പല ആൾക്കാരിൽ നിന്നും പല സന്ദർഭങ്ങളിലൂടെയും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മജീവികൾ എത്തുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഓരോ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. അപ്പോൾ രോഗാണുവാഹകർ എന്ന് വെച്ചാൽ എന്താണ്? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ജീവികളെയാണെന്ന് പറയുന്നത് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളാണ് ഈച്ച, എലിച്ചിള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്നുണ്ട്. ഈച്ച വഴി നമുക്കറിയാം പകരുന്നുണ്ട് അല്ലേ? എലിച്ചിള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി പരിസരം മലിനമാകുമ്പോൾ, ഇപ്പോൾ കൊതുകാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പി, ചിരട്ട എന്നിവയിലൊക്കെ കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെ കൊതുക് മുട്ടയിട്ട് വളരുന്നുണ്ട്. അങ്ങനെ കൊതുക് നിയന്ത്രിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടാകും പറയുന്നത്. നമുക്കും അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അത് നമുക്ക് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകുക. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക, തുവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. ചെരുപ്പ് ഉപയോഗിക്കാം. മണ്ണും ചുളിയും പറഞ്ഞാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക എന്നിവയൊക്കെ ഇടാം. ഇനി പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. അപ്പോൾ നമ്മൾ വിചാരിച്ച് പകർച്ചവ്യാധികളൊക്കെ നമുക്ക് മാത്രമേ വരുന്നുള്ളൂ. അല്ല, അത് ആരിലൊക്കെ വരുന്നുണ്ട്? മൃഗങ്ങളിലും സസ്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാണ്ട എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത്. നമുക്കറിയാം. അതായത് കൊടുത്തിട്ടുണ്ടല്ലോ ന്യൂസ് കട്ടിങ്സ്. നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല 5ാം ക്ലാസ്സിൽ. ഇതായി കാരണം ചെറിയ എല്ലാ കാര്യങ്ങളിൽ നിന്നൊരു ബേസിക് നോളജ് മാത്രമാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു എന്താണ്? പക്ഷിപ്പനിയാണ് അല്ലേ? അതുപോലെ തന്നെ അപ്പോൾ പക്ഷിപ്പനിയെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവികളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സസ്യങ്ങളെ ബാധിക്കുന്നത് നോക്കാമല്ലോ. ഇത് നമുക്ക് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം, നെല്ലിലാണ്. ഇലപ്പുള്ളി രോഗം ഏതിലാണ് വരുന്നത്? തവിട്ട് ഇലപ്പുള്ളി രോഗം വരുന്നത് നെല്ലിലാണ്. അതുപോലെ തന്നെ മൊസൈക്ക് രോഗം വരുന്നത് പയറിലാണ്. മൊസൈക്ക് രോഗം വരുന്നത് എവിടെയാണ്? പയറിലാണ്. തെങ്ങിലാണ് കൂമ്പ് ചീൽ വരുന്നത്. പയറിലയിൽ എന്തിലാണ് വരുന്നത്? മൊസൈക്ക് രോഗമാണ് വരുന്നത്. അപ്പോൾ ഇലപ്പുള്ളി രോഗം എന്തിലാ പറഞ്ഞത്? നെല്ലിലും പറഞ്ഞു. മൊസൈക്ക് രോഗം പയറിലും പറഞ്ഞു. കൂമ്പ് ചീയൽ എന്തിൽ പറഞ്ഞു? തെങ്ങിലും പറഞ്ഞു അല്ലേ? ഇനി ശുചിത്വ ശീലങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പൊക്കോളൂ കേട്ടോ. ഇനി രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ എന്താണ്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കുവാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. നമ്മൾ എപ്പോഴും പറയില്ല, ഓരോ പിള്ളേരെ കളിക്കുമ്പോൾ ഒക്കെ പറയും ആ കുട്ടിക്ക് പ്രതിരോധ ശേഷി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് എന്ത് വന്നത്? ചുമ വന്നത്, പെട്ടെന്ന് പനി വന്നത്. ജസ്റ്റ് ഒന്ന് മഴ കൊണ്ടപ്പോഴേക്കും പനി വന്നത് കാരണമാണ്. അല്ലെങ്കിൽ പൊടി തട്ടിയപ്പോഴേക്കും എന്താണ് ജലദോഷം വന്നത് കാരണം ഒക്കെ പറയുന്നത് എന്താ? കാരണം രോഗപ്രതിരോധ ശേഷി കുറവാണ്. എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്? രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിന് തന്നെയുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആവില്ല. ഇപ്പം എൻ്റെ രോഗപ്രതിരോധ ശേഷി ആയിരിക്കില്ല എൻ്റെ അപ്പുറത്തുള്ള ആൾക്കെന്ന് പറയുന്നത് അല്ലേ? പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പോൾ ശരീരത്തിന് എന്തുണ്ട്? രോഗപ്രതിരോധ ശേഷിക്കുള്ള കഴിവുണ്ട്. എന്നാൽ ചില രോഗങ്ങൾക്ക് എന്തില്ല? അത് തടയാനുള്ള ഈ ഒരു സംഭവം ഇല്ല. പ്രതിരോധശേഷി ഉണ്ടാക്കാനുള്ള ശരീരത്തിന് സാധിക്കാറില്ല. അപ്പം ഇങ്ങനെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
കുത്തിവയ്പ്പുകൾ എടുക്കുന്നത് അല്ലേ, വാക്സിനേഷൻ എടുക്കേണ്ടത് നമ്മൾ ജനനം മുതൽ മരണം വരെ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കുത്തിവയ്പ്പുകൾ കൂടുതലായിട്ട് എടുക്കുന്നത് എവിടെയാണ്, ജനിച്ച സമയങ്ങളിലാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. ആർജിക്കണം അല്ലേ, നമുക്ക് സ്വയം രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ ആർജിച്ചെടുക്കുകയാണ്, വേറെ വാക്സിനേഷൻ വഴി നമ്മൾ ഇങ്ങനെ ആർജിച്ചെടുക്കുകയാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാലോ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറോണ തന്നെ പറയാലോ. കോവിഡ് കാരണം നമ്മൾ വൈറസ് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു വാക്സിനേഷൻ എടുത്തു അല്ലേ. അതുകൊണ്ട് കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി വാക്സിനേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനന സമയത്ത് എത്ര കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട്, 6 ആഴ്ച കൂടുമ്പോൾ, 10 ആഴ്ച കൂടുമ്പോൾ, 14 ആഴ്ച കൂടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് BCG അത് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് BCG എന്ന് പറയുന്നത്? ക്ഷയത്തിനെതിരെയുള്ള വാക്സിനേഷൻ അല്ലേ BCG എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. ബേസിലസ് കാൽമറ്റ് ഗ്യൂറിൻ. ബേസിലസ് കാൽമറ്റ് ഗ്യൂറിൻ എന്ന് പറയുന്നതാണ് BCG എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഇനി OPV, ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പ് ബി, FIPV പോളിയോ വാക്സിനാണ്, ഫ്രാക്ഷണൽ ഡോസാണ്. RVV റോട്ടാ വൈറസ് വാക്സിൻ. അങ്ങനെ പല ഡോസുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ടൈമിൽ പിള്ളേർക്ക് അല്ലേ. ഇപ്പോൾ ജനസമയത്ത് കൊടുക്കുന്നത് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. 6 ആഴ്ച കൂടുമ്പോൾ ഏതൊക്കെയാണ് കൊടുക്കുന്നത്? എല്ലാത്തിനും കോമ്പിനേഷനാണല്ലേ കൊടുക്കുന്നത്. പിന്നെ 9 മാസം, 16 മുതൽ 24 മാസം വരെ, 5-6 വയസ്സ്, 10 വയസ്സ്, 16 വയസ്സിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, ഓരോ കുത്തിവയ്പ്പുകളും കൊടുക്കുന്നുണ്ട്. PCV എന്ന് വെച്ചാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR എന്ന് വെച്ചാൽ മീസിൽസ് റുബെല്ല വാക്സിൻ. DPT എന്ന് വെച്ചാൽ ഡിഫ്തീരിയ പെർട്യൂസിസ് ടെറ്റനസ് വാക്സിൻ. TD എന്ന് വെച്ചാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഒക്കെ ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഇത്ര ഉള്ളൂട്ടാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.